ശാന്തി 9/7/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ജ്ഞാനരത്നങ്ങൾ നൽകുവാൻ. ബാബ നിങ്ങളെ എന്തെല്ലാം കേൾപ്പിക്കുന്നുവോ അഥവാ മനസ്സിലാക്കിച്ചു തരുന്നുവോ ഇതാണ് ജ്ഞാനം. ജ്ഞാനരത്നങ്ങൾ ജ്ഞാനസാഗരനല്ലാതെ മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല. ചോദ്യം: ആത്മാവിൻ്റെ വാല്യൂ കുറഞ്ഞു പോകുന്നതിൻ്റെ മുഖ്യ കാരണം എന്താണ്? ഉത്തരം: വാല്യൂ കുറഞ്ഞു പോകുന്നത് കലർപ്പ് ചേരുമ്പോഴാണ്. ഏതുപോലെ സ്വർണത്തിൽ കലർപ്പ് ചേർത്ത് ആഭരണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വാല്യൂ കുറഞ്ഞു പോകുന്നു, അതുപോലെ ആത്മാവ് സത്യമായ സ്വർണമാണ്. അതിൽ എപ്പോൾ അപവിത്രതയുടെ കലർപ്പ് ചേരുന്നുവോ അപ്പോൾ വാല്യൂ കുറഞ്ഞു പോകുന്നു. ഈ സമയം തമോ പ്രധാന ആത്മാവിന് യാതൊരു വാല്യൂവും ഇല്ല, ശരീരത്തിനും ഒരു വാല്യൂവും ഇല്ല. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവും ശരീരവും രണ്ടും ഓർമ്മയിലൂടെ വാല്യൂബിൾ ആയിക്കൊണ്ടിരിക്കുന്നു. ഗീതം: ഇത് ആരാണ് ഇന്ന് അതിരാവിലെ വന്നിരിക്കുന്നത്? ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ഓർമ്മിക്കുവാനുള്ള യുക്തികളും പറഞ്ഞു തരുന്നു. കുട്ടികൾ ഇരിക്കുകയാണ്. ശിവ ബോല ബാബ വന്നിരിക്കുകയാണ് എന്ന് കുട്ടികളുടെ ഉള്ളിലുണ്ട്. അരമണിക്കൂർ ശാന്തമായിരിക്കുകയാണ്, ഒന്നും സംസാരിക്കുന്നില്ല എന്ന് വിചാരിക്കുക. എങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് പറയും, ശിവബാബ എന്തെങ്കിലും സംസാരിച്ചിരുന്നുവെങ്കിൽ എന്ന്. അറിയാം, ശിവബാബ വിരാജിക്കുകയാണ്, പക്ഷേ സംസാരിക്കുന്നില്ല. ഇതും നിങ്ങളുടെ ഓർമ്മയുടെ യാത്രയാണല്ലോ. ബുദ്ധിയിൽ ശിവബാബയുടെ ഓർമ്മ തന്നെയാണുള്ളത്. ഉള്ളിൽ മനസ്സിലാക്കുന്നു, ബാബ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ, ജ്ഞാനരത്നങ്ങൾ നൽകിയെങ്കിൽ. ബാബ വരുന്നത് തന്നെ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനരത്നങ്ങൾ നൽകാനാണ്. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണല്ലോ. പറയും, കുട്ടികളെ, ദേഹി അഭിമാനി ആയിരിക്കൂ, ബാബയെ ഓർമ്മിക്കൂ. ഇത് ജ്ഞാനമായി. ബാബ പറയുന്നു, ഈ ഡ്രാമയുടെ ചക്രത്തിനെ, ഏണിപ്പടിയെ, ബാബയെ ഓർമ്മിക്കൂ. ഇതാണ് ജ്ഞാനം. ബാബ എന്തെല്ലാം മനസ്സിലാക്കിക്കുമോ അതിനെ ജ്ഞാനം എന്ന് പറയും. ഓർമ്മയുടെ യാത്രയെക്കുറിച്ചും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ജ്ഞാനരത്നങ്ങളാണ്. ഓർമ്മയുടെ ഏതൊരു കാര്യമാണോ മനസ്സിലാക്കിച്ചു തരുന്നത്, ഈ രത്നങ്ങൾ വളരെ നല്ലതാണ്. ബാബ പറയുന്നു, തൻ്റെ 84 ജന്മങ്ങളെയും ഓർമ്മിക്കൂ. നിങ്ങൾ പവിത്രമായി വന്നിരുന്നു, പിന്നെ പവിത്രമായി തന്നെ പോകേണ്ടതുണ്ട്. കർമാതീത അവസ്ഥയിലാണ് പോകേണ്ടത്. ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്തും എടുക്കണം. അത് ലഭിക്കുന്നത് ഓർമ്മയുടെ ബലത്തിലൂടെ ആത്മാവ് സദോ പ്രധാനമാകുമ്പോഴാണ്. ഈ വാക്കുകൾ വളരെ വാല്യുബിളാണ്, നോട്ട് ചെയ്യേണ്ടതാണ്. ആത്മാവിൽ തന്നെയാണ് ധാരണ ഉണ്ടാകുന്നത്. ഈ ശരീരമാകട്ടെ ഓർഗൻസ് ആണ്, അത് വിനാശമാകുന്നു. നല്ലതോ മോശമോ ആയ സംസ്കാരം ആത്മാവിലാണ് നിറയുന്നത്. ബാബയിലും സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ നോളജിൻ്റെ സംസ്കാരം നിറഞ്ഞിരിക്കുന്നു. അതിനാൽ ബാബയെ നോളജ്ഫുൾ എന്ന് പറയുന്നു. ബാബ റൈറ്റാക്കി മനസ്സിലാക്കിച്ചു തരുന്നു. 84ൻ്റെ ചക്രം തികച്ചും സഹജമാണ്. ഇപ്പോൾ 84ൻ്റെ ചക്രം പൂർത്തിയായി. ഇപ്പോൾ നമുക്ക് തിരികെ ബാബയുടെ അടുക്കൽ പോകണം. മലിനമായ ആത്മാവിന് അവിടെ പോകുവാൻ സാധിക്കില്ല. നിങ്ങളുടെ ആത്മാവ് പവിത്രമായി മാറും. അപ്പോൾ പിന്നെ ഈ ശരീരം മുക്തമാകും. പവിത്ര ശരീരം ഇവിടെ ലഭിക്കുക സാധ്യമല്ല. ഇത് പഴയ ചെരുപ്പാണ്. ഇതിനോട് വൈരാഗ്യം വന്നുകൊണ്ടിരിക്കുന്നു. ആത്മാവിന് പവിത്രമാവുകയും പിന്നെ ഭാവിയിൽ നമുക്ക് പവിത്ര ശരീരം നേടുകയും വേണം. സത്യയുഗത്തിൽ നമ്മൾ ആത്മാവും ശരീരവും രണ്ടും പവിത്രമായിരുന്നു. ഈ സമയം നിങ്ങളുടെ ആത്മാവ് അപവിത്രമായിരിക്കുന്നു.
അപ്പോൾ ശരീരവും അപവിത്രമാണ്. സ്വർണം എങ്ങനെയാണോ അതുപോലെയാണല്ലോ ആഭരണം. ഗവൺമെന്റും പറയുന്നു, മാറ്റു കുറഞ്ഞ സ്വർണ്ണാഭരണം അണിയൂ, അതിൻ്റെ മൂല്യം കുറവാണ്. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെയും മൂല്യം കുറവാണ്. അവിടെ നിങ്ങളുടെ ആത്മാവിന് എത്ര മൂല്യമുണ്ടായിരിക്കുന്നു? സതോ പ്രധാനമാണല്ലോ. ഇപ്പോൾ തമോ പ്രധാനമാണ്. കലർപ്പ് ചേർന്നിരിക്കുന്നു, ഒരു ഉപയോഗവുമില്ല. അവിടെ ആത്മാവ് പവിത്രമാണ്. അപ്പോൾ വളരെയധികം വാല്യൂ ഉണ്ട്. ഇപ്പോൾ 9 കാരറ്റ് ആയിരിക്കുന്നു, അപ്പോൾ യാതൊരു വാല്യൂവുമില്ല. അതിനാൽ ബാബ പറയുന്നു, ആത്മാവിനെ പവിത്രമാക്കി മാറ്റൂ, അപ്പോൾ പിന്നെ ശരീരവും പവിത്രമായത് ലഭിക്കും. ഈ ജ്ഞാനം മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് പറയുന്നത്, എന്നെ മാത്രം ഓർമ്മിക്കൂ. ശ്രീകൃഷ്ണന് എങ്ങനെ പറയുവാൻ കഴിയും? കൃഷ്ണൻ ദേഹധാരിയാണല്ലോ. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. ഏതെങ്കിലും ദേഹധാരിയെ ഓർമ്മിക്കാതിരിക്കൂ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, അതിനാൽ പിന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ശിവ് ബാബ നിരാകാരമാണ്. ആ ഒന്നിൻ്റേത് അലൗകിക ജന്മമാണ്. കുട്ടികളായ നിങ്ങൾക്കും അലൗകിക ജന്മം നൽകുന്നു. അലൗകിക പിതാവും അലൗകിക കുട്ടികളും. ലൗകികം, പാരലൗകികം, അലൗകികം എന്ന് പറയുന്നു. നിങ്ങൾ കുട്ടികൾക്ക് അലൗകിക ജന്മം ലഭിക്കുന്നു. ബാബ നിങ്ങളെ അഡോപ്റ്റ് ചെയ്ത് സമ്പത്ത് നൽകുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രാഹ്മണരുടേതും അലൗകിക ജന്മമാണ്. അലൗകിക പിതാവിൽ നിന്നും അലൗകിക സമ്പത്ത് ലഭിക്കുന്നു. ബ്രഹ്മകുമാർ കുമാരിമാർക്കല്ലാതെ മറ്റാർക്കും സ്വർഗത്തിൻ്റെ അധികാരിയാകുവാൻ സാധിക്കില്ല. മനുഷ്യർ ഒന്നും മനസ്സിലാക്കുന്നില്ല. നിങ്ങളെ ബാബ എത്ര മനസ്സിലാക്കിച്ചു തരുന്നു. അപവിത്രമായ ആത്മാവിന് ഓർമ്മയിലൂടെ അല്ലാതെ പവിത്രമാകുവാൻ സാധിക്കില്ല. ഓർമ്മയിലിരിക്കുകയില്ലെങ്കിൽ കലർപ്പ് അവശേഷിക്കും. പവിത്രമായി മാറുവാൻ സാധിക്കില്ല. പിന്നെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. മുഴുവൻ ലോകത്തിലെയും മനുഷ്യ ആത്മാക്കൾക്ക് പവിത്രമായി തിരികെ പോകണം. ശരീരം പോവുകയില്ല. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നത് എത്ര പ്രയാസമായിരിക്കുന്നു. തൊഴിലിലും മറ്റും ആ അവസ്ഥ ഉണ്ടായിരിക്കുന്നില്ല. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ശിവബാബയെ ഓർമ്മിക്കൂ. തൊഴിലും മറ്റും ചെയ്യുമ്പോൾ ഈ പ്രയത്നം ചെയ്യൂ. ഞാൻ ആത്മാവാണ് ഈ ശരീരത്തിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ആത്മാവാണ് ശിവബാബയെ ഓർമ്മിക്കുന്നത്. ആത്മാവാണ് ഏറ്റവും ആദ്യം പവിത്രമായിരുന്നത്. ഇപ്പോൾ വീണ്ടും പവിത്രമാകണം. ഇതാണ് പ്രയത്നം. ഇതിൽ വളരെ ശക്തമായ സമ്പാദ്യമുണ്ട്. ഇവിടെ എത്ര തന്നെ ധനികരായിരുന്നാലും 100 കോടിയോ 10,000 കോടിയോ ഉണ്ടായിരുന്നാലും ആ സുഖം ഉണ്ടായിരിക്കുന്നില്ല. എല്ലാവരുടെയും ശിരസിൽ ദുഃഖമാണ്. ഇന്ന് വലിയ വലിയ രാജാക്കന്മാരാണ്, പ്രസിഡന്റും മറ്റുമാണ്. നാളെ അവരെ കൊല്ലുന്നു. വിദേശത്ത് എന്തെല്ലാമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ധനികർക്കും രാജാക്കന്മാർക്കും കഷ്ടതകളുണ്ട്. ഇവിടെയും ആരാണോ രാജാക്കന്മാരായിരുന്നത് അവർ പ്രജകളായിരിക്കുന്നു. രാജാക്കന്മാരുടെ മേൽ പിന്നെ പ്രജകളുടെ രാജ്യമായി. ഡ്രാമയിൽ ഇങ്ങനെയാണ് അടങ്ങിയിട്ടുള്ളത്. അന്തിമത്തിലാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. വളരെയധികം അടികൂടിക്കൊണ്ടിരിക്കും പരസ്പരം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കൽപ്പത്തിലും ഇങ്ങനെ സംഭവിച്ചിരുന്നു. നിങ്ങൾ ഗുപ്തവേഷത്തിൽ ഹൃദയപൂർവവും സ്നേഹപൂർവവും തൻ്റെ നഷ്ടപ്പെട്ട രാജ്യം നേടുന്നു. നിങ്ങൾക്ക് തിരിച്ചറിവ് ലഭിച്ചിരിക്കുന്നു. നമ്മൾ തന്നെയാണ് അധികാരിയായിരുന്നത്, സൂര്യവംശി ദേവതമാർ ആയിരുന്നത്. ഇപ്പോൾ വീണ്ടും അതാകുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഇവിടെ നിങ്ങൾ സത്യനാരായണന്റെ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ബാബയിലൂടെ നമ്മൾ നരനിൽ നിന്നും എങ്ങനെ നാരായണനാകും? ബാബ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. ഭക്തിമാർഗത്തിൽ ഇത് ആർക്കും പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ഒരു മനുഷ്യനെയും അച്ഛൻ, ടീച്ചർ, ഗുരു എന്ന് പറയില്ല.
ഭക്തിയിൽ എത്ര പഴയ കഥകൾ ഇരുന്ന് കേൾപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് 21 ജന്മത്തേക്ക് വിശ്രമം നേടുന്നതിനു വേണ്ടി തീർച്ചയായും പാവനം ആകേണ്ടി വരും. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. പകുതി കൽപ്പം ഡ്രാമ അനുസരിച്ച് ദേഹാഭിമാനിയായി ഇരിക്കുന്നു. ഇപ്പോൾ ദേഹി അഭിമാനിയാകണം. ഡ്രാമ അനുസരിച്ച് ഇപ്പോൾ പഴയ ലോകം മാറി പുതിയതാകണം. ലോകം ഒന്നേ ഉള്ളൂ. പഴയ ലോകത്തിൽ നിന്നും വീണ്ടും പുതിയതാകും. പുതിയ ലോകത്തിൽ പുതിയ ഭാരതമായിരുന്നു. അപ്പോൾ അതിൽ ദേവീ ദേവന്മാർ ഉണ്ടായിരുന്നു. ക്യാപിറ്റലും അറിയാം, യമുനയുടെ തീരത്തായിരുന്നു. അതിനെ പരിസ്ഥാനം എന്നും പറയുമായിരുന്നു. അവിടെ നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടായിരിക്കുന്നു. ആത്മാവ് പവിത്രമായി മാറുമ്പോൾ പവിത്ര ആത്മാവിന് ശരീരവും പവിത്രമായത് ലഭിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ വന്ന് നിങ്ങളെ സുന്ദരമായ ദേവീ ദേവത ആക്കി മാറ്റുന്നു. നിങ്ങൾ കുട്ടികൾ സ്വയം പരിശോധിച്ചു കൊണ്ടിരിക്കൂ. നമ്മിൽ ഏതെങ്കിലും അവഗുണമില്ലല്ലോ? ഓർമ്മയിലിരിക്കുന്നോ? പഠനവും പഠിക്കണം. ഇത് വളരെ വലിയ പഠനമാണ്. ഒരേ ഒരു പഠനമാണ്. ആ പഠനത്തിലാണെങ്കിൽ എത്ര പുസ്തകങ്ങളും മറ്റും പഠിക്കുന്നു. ഈ പഠനം ഉയർന്നതിലും ഉയർന്നതാണ്. പഠിപ്പിക്കുന്നയാളും ഉയർന്നതിലും ഉയർന്ന ശിവ് ബാബയാണ്. ശിവ് ബാബ ഈ ലോകത്തിൻ്റെ അധികാരിയല്ല. വിശ്വത്തിൻ്റെ അധികാരികൾ നിങ്ങളാണല്ലോ ആകുന്നത്. എത്ര പുതിയ പുതിയ ഗുഹ്യമായ കാര്യങ്ങളാണ് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർ മനസ്സിലാക്കുന്നു പരമാത്മാവ് സൃഷ്ടിയുടെ അധികാരിയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമധുരമായ കുട്ടികളെ, ഞാൻ ഈ സൃഷ്ടിയുടെ അധികാരിയല്ല. നിങ്ങൾ സൃഷ്ടിയുടെ അധികാരിയാകുന്നു. പിന്നെ രാജ്യം നഷ്ടപ്പെടുത്തുന്നു. വീണ്ടും ബാബ വന്ന് വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. വിശ്വം എന്ന് ഇതിനെ തന്നെയാണ് പറയുന്നത്. മൂലവചനത്തിൻ്റെയും സൂക്ഷ്മവചനത്തിൻ്റെയും കാര്യമല്ല. മൂലവചനത്തിൽ നിന്നും നിങ്ങൾ ഇവിടെ വന്ന് 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങുന്നു. പിന്നെ ബാബയ്ക്ക് വരേണ്ടി വരുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങളെ പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. ഏതൊന്നാണോ നിങ്ങൾ പാഴാക്കിയത് ആ പ്രാപ്തി നേടുന്നതിന് വേണ്ടി. തോൽവിയുടെയും ജയത്തിൻ്റെയും കളിയാണല്ലോ. ഈ രാവണ രാജ്യം സമാപ്തമാകണം. ബാബ എത്ര സഹജമായ രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ സ്വയം ഇരുന്ന് പഠിപ്പിക്കുകയാണ്. അവിടെയാണെങ്കിൽ മനുഷ്യർ മനുഷ്യരെ പഠിപ്പിക്കുന്നു. നിങ്ങളും മനുഷ്യർ തന്നെയാണ്. പക്ഷേ ബാബ ആത്മാക്കളായ നിങ്ങളെയാണ് ഇരുന്ന് പഠിപ്പിക്കുന്നത്. പഠനത്തിൻ്റെ സംസ്കാരം ആത്മാവിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വളരെയധികം നോളജ്ഫുള്ളാണ്. അതെല്ലാം ഭക്തിമാർഗത്തിൻ്റെ നോളജാണ്. സമ്പാദ്യത്തിന് വേണ്ടിയും നോളജുണ്ട്, ശാസ്ത്രങ്ങളുടെയും നോളജുണ്ട്. ഇത് ആത്മീയ നോളജാണ്. നിങ്ങളുടെ ആത്മാവിന് ആത്മീയ അച്ഛനിരുന്ന് ജ്ഞാനം കേൾപ്പിക്കുന്നു. 5000 വർഷം മുമ്പും നിങ്ങൾ കേട്ടിരുന്നു. മുഴുവൻ മനുഷ്യ സൃഷ്ടിയിലും ഇങ്ങനെ ഒരിക്കലും ആരും പഠിപ്പിക്കുന്നുണ്ടാകില്ല. ഈശ്വരൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് ആർക്കും തന്നെ അറിയില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ പഠനത്തിലൂടെ കിങ്ഡം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ആരാണോ നല്ല രീതിയിൽ പഠിക്കുകയും ശ്രീമത്ത് അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നത് അവർ ഹയ്യസ്റ്റ് ആകുന്നു. ആര് ബാബയുടെ നിന്ദ ചെയ്യിക്കുന്നുവോ, കൈ ഉപേക്ഷിച്ച് പോകുന്നുവോ, അവർ പ്രജയിലും വളരെ കുറഞ്ഞ പദവി നേടുന്നു. ബാബ ഒരേ പഠനമാണ് പഠിപ്പിക്കുന്നത്. പഠനത്തിൽ എത്ര മാർജിനുണ്ട്. DT കിങ്ഡം ഉണ്ടായിരുന്നുവല്ലോ. ഒരേ ഒരു ബാബയാണ് ഇവിടെ വന്ന് കിങ്ഡം സ്ഥാപിക്കുന്നത്. ബാക്കി ഇവയെല്ലാം വിനാശമാകേണ്ടതുണ്ട്. ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ വേഗം തയ്യാറെടുപ്പ് നടത്തൂ. അലംഭാവത്തിൽ സമയം പാഴാക്കാതിരിക്കൂ. ഓർമ്മിക്കുന്നില്ലെങ്കിൽ മോസ്റ്റ് വാല്യുബിൾ ടൈം നഷ്ടമാകുന്നു. ശരീര നിർവഹാർത്ഥം തൊഴിലും മറ്റും ചെയ്തുകൊള്ളൂ. എങ്കിലും കൈകൾ കർമ്മം ചെയ്യട്ടെ, മനസ്സ് ഓർമ്മിക്കട്ടെ. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ.
എങ്കിൽ രാജപദം നിങ്ങൾക്ക് ലഭിക്കും. ഖുദാ ദോസ്തിൻ്റെ കഥയും കേട്ടിട്ടുണ്ടല്ലോ. അള്ളാഹ് അലാവുദ്ദീൻ്റെയും നാടകം കാണിക്കുന്നു. ഉരസുമ്പോൾ ഖജനാവ് പുറത്തു വന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ഉരസുമ്പോൾ അള്ളാഹു നിങ്ങളെ എന്തിൽ നിന്നും എന്താക്കി മാറ്റുന്നു. ഒറ്റയടിക്ക് ദിവ്യ ദൃഷ്ടിയിലൂടെ വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. മുൻപ് കുട്ടികൾ പരസ്പരം ഒരുമിച്ചിരിക്കുമായിരുന്നു. പിന്നെ സ്വയമേ ധ്യാനത്തിലേക്ക് പോകുമായിരുന്നു. പിന്നെ ഇന്ദ്രജാലം എന്ന് പറയുമായിരുന്നു. അപ്പോൾ അത് നിർത്തലാക്കി. ഈ കാര്യങ്ങളെല്ലാം ഈ സമയത്തിൻ്റെതാണ്. ഹാത്തം തായിയുടെ കഥയുണ്ട്. വായിൽ നാണയം ഇടുമായിരുന്നപ്പോൾ മായ അപ്രത്യക്ഷമാകുമായിരുന്നു. നാണയം പുറത്തെടുക്കുമ്പോൾ മായ വരുമായിരുന്നു. രഹസ്യം ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ബാബു പറയുന്നു, കുട്ടികളെ, വായിൽ നാണയമിടൂ. നിങ്ങൾ ശാന്തിയുടെ സാഗരമാണ്. ആത്മാവ് ശാന്തിയിൽ തൻ്റെ സ്വധർമ്മത്തിലിരിക്കുന്നു. സത്യയുഗത്തിലും അറിയാം, ഞാൻ ആത്മാവാണ്. ബാക്കി പരമാത്മാവായ ബാബയെ ആരും അറിയുന്നില്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയൂ, അവിടെ വികാരത്തിൻ്റെ പേര് തന്നെയില്ല. വൈസ്ലെസ് വേൾഡാണ്. 5 വികാരങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നതേയില്ല. ദേഹാഭിമാനവുമില്ല. മായയുടെ രാജ്യത്തിൽ ദേഹാഭിമാനിയാകുന്നു. അവിടെ ഉണ്ടായിരിക്കുന്നത് മോഹജീത് ആയവരാണ്. ഈ പഴയ ലോകത്തോട് നഷ്ടോ മോഹയാകണം. വൈരാഗ്യം അവർക്ക് വരുന്നു. അവർ കുടുംബം ഉപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് കുടുംബം ഉപേക്ഷിക്കേണ്ടതില്ല. ബാബയുടെ ഓർമ്മയിലിരുന്ന് ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് പോകണം. സർവരുടെയും കണക്കുകൾ സമാപ്തമാകണം. പിന്നെ വീട്ടിലേക്ക് പോകും. ഇത് കൽപ്പകൽപ്പങ്ങളിൽ സംഭവിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ ദൂരെ ദൂരെ മുകളിലേക്ക് പോകുന്നു. അവർ നോക്കുന്നു, എവിടം വരെ സാഗരമുണ്ട്, സൂര്യചന്ദ്രനിൽ എന്താണുള്ളത്. മുൻപ് ഇത് ദേവതകളാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. നിങ്ങൾ പറയുന്നു, ഇത് അരങ്ങിലെ വിളക്കുകളാണ്, ഇവിടെയാണ് കളി നടക്കുന്നത്. അപ്പോൾ ഈ വിളക്കുകളും ഇവിടെയാണുള്ളത്. മൂലവതനത്തിലും സൂക്ഷ്മവതനത്തിലും ഇവ ഉണ്ടായിരിക്കുന്നില്ല. അവിടെ കളി തന്നെയില്ല. ഈ അനാദിയായ കളി തുടർന്നു വരുന്നു. ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രളയം ഉണ്ടാകുന്നില്ല. ഭാരതം അവിനാശി ഖണ്ഡമാണ്. ഇതിൽ മനുഷ്യർ വസിക്കുക തന്നെ ചെയ്യുന്നു. ജലമയം ആകുന്നില്ല. പക്ഷി മൃഗാദികളും മറ്റും ഏതെല്ലാം ഉണ്ടോ എല്ലാം ഉണ്ടായിരിക്കും. ബാക്കി ഏതെല്ലാം ഖണ്ഡങ്ങളുണ്ടോ അവ സത്യയുഗത്തിലും ത്രേതായിലും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ദിവ്യ ദൃഷ്ടിയിലൂടെ എന്തെല്ലാം കണ്ടുവോ അത് പ്രാക്ടിക്കലിൽ കാണും. പ്രാക്ടിക്കലിൽ നിങ്ങൾ വൈകുണ്ഠത്തിൽ പോയി രാജ്യം ഭരിക്കും. അതിനുവേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ബാബ പറയുന്നു, ഓർമ്മയുടേത് വലിയ പ്രയത്നമാണ്. മായ ഓർമ്മിക്കുവാൻ അനുവദിക്കുന്നില്ല. വളരെ സ്നേഹപൂർവം ബാബയെ ഓർമ്മിക്കണം. അജ്ഞാനകാലത്തിലും സ്നേഹപൂർവം അച്ഛൻ്റെ മഹിമ ചെയ്യുന്നു. എൻ്റെ ഇന്നയാൾ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഉള്ള പദവിയിലായിരുന്നു എന്നെല്ലാം. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ സൃഷ്ടിചക്രവും ഇരിക്കുന്നു. സർവധർമ്മങ്ങളുടെയും നോളജ് ഉണ്ട്. ഏതുപോലെ അവിടെ ആത്മാക്കളുടെ വംശാവലി ഉണ്ടോ, ഇവിടെ പിന്നെ മനുഷ്യ സൃഷ്ടിയുടെ വംശാവലിയാണ്. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ബ്രഹ്മാവാണ്. പിന്നെയുള്ളത് നിങ്ങളുടെ തലമുറ. സൃഷ്ടി തുടർന്നുകൊണ്ടിരിക്കുന്നുവല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, നരനിൽ നിന്നും നാരായണനാകണമെങ്കിൽ നിങ്ങൾ എന്ത് പറയുന്നുവോ അതായിരിക്കണം ചെയ്യേണ്ടത്. ആദ്യം തൻ്റെ അവസ്ഥ നോക്കണം. ബാബ, നമ്മൾ അങ്ങിൽ നിന്നും പൂർണ്ണ സമ്പത്ത് എടുത്തിട്ടേ വിടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പെരുമാറ്റവും ആവശ്യമാണ്. ഇത് ഒരേ ഒരു പഠനമാണ്, നരനിൽ നിന്നും നാരായണനാകുവാൻ. ഇത് നിങ്ങളെ ബാബയാണ് പഠിപ്പിക്കുന്നത്. രാജാക്കന്മാരുടെയും രാജാവ് നിങ്ങളാണ് ആകുന്നത്. മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങൾ പവിത്ര രാജാക്കന്മാരാകുന്നു. പിന്നെ ലൈറ്റ് ഇല്ലാത്ത അപവിത്ര രാജാക്കന്മാർ പവിത്ര രാജാക്കന്മാരുടെ ക്ഷേത്രമുണ്ടാക്കി പൂജിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു.
സ്റ്റുഡൻസ് ടീച്ചറിനെ എന്തുകൊണ്ട് മറക്കുന്നു? പറയുന്നു, ബാബ മായ മറവി വരുത്തുന്നു. ദോഷം പിന്നെ മായയുടെ മേൽ വയ്ക്കുന്നു. ഓർമ്മിക്കേണ്ടത് നിങ്ങൾക്കാണ്. മുഖ്യമായ ടീച്ചർ ഒന്ന് തന്നെയാണ്. ബാക്കി എല്ലാവരും സഹ അധ്യാപകരാണ്. ബാബയെ മറന്നു പോകുന്നു. ശരി, ടീച്ചറിനെ ഓർമ്മിക്കൂ. നിങ്ങൾക്ക് 3 ചാൻസ് നൽകപ്പെടുന്നു. ഒന്നിനെ മറന്നാൽ രണ്ടാമത്തതിനെ ഓർമ്മിക്കൂ. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് നേടുന്നതിന് വേണ്ടി എന്ത് പറയുന്നുവോ അത് തന്നെ ചെയ്യണം. ഇതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. മോഹജീത്താകണം. സദാ ഓർമ്മയുണ്ടായിരിക്കട്ടെ, നമ്മൾ ശാന്തിയുടെ സാഗരൻ്റെ കുട്ടികളാണ്. നമുക്ക് ശാന്തിയിൽ ഇരിക്കണം. വായിൽ നാണയം ഇടണം. അലംഭാവത്തിൽ തൻ്റെ സമയം വേസ്റ്റ് ചെയ്യരുത്. വരദാനം: സംഘടനയാകുന്ന കോട്ടയെ ശക്തമാക്കുന്ന സർവരുടെയും സ്നേഹിയും സന്തുഷ്ട ആത്മാവുമായി ഭവിക്കട്ടെ. സംഘടനയുടെ ശക്തി വിശേഷ ശക്തിയാണ്. ഏക മതമുള്ള സംഘടനയുടെ കോട്ടയെ ആർക്കും കുലുക്കുവാൻ സാധിക്കില്ല. എന്നാൽ ഇതിൻ്റെ ആധാരമാണ് അന്യോന്യം സ്നേഹിയായി സർവർക്കും റിഗാർഡ് നൽകണം. സ്വയം സന്തുഷ്ടമായിരുന്ന് സർവരെയും സന്തുഷ്ടമാക്കണം. ആരും ഡിസ്റ്റർബ് ആക്കരുത്. അന്യോന്യം ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും സഹയോഗം നൽകിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ സംഘടനയുടെ കോട്ട ശക്തമാകും. സംഘടനയുടെ ശക്തി തന്നെയാണ് വിജയത്തിൻ്റെ വിശേഷ ആധാര സ്വരൂപം. സ്ലോഗൻ: എപ്പോഴാണോ ഓരോ കർമ്മവും യഥാർത്ഥവും യുക്തിയുക്തവുമാകുന്നത്, അപ്പോൾ പവിത്ര ആത്മാവ് എന്ന് പറയും. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. ഓരോ കുട്ടിയും സ്വയം പ്രതിയും സേവനത്തെ പ്രതിയും ഉന്മേഷങ്ങളുടെ നല്ല നല്ല സങ്കല്പം എടുക്കുന്നു. ഇപ്പോൾ മുതൽ ഇത് ചെയ്യും, ഇങ്ങനെ ചെയ്യും, തീർച്ചയായും ചെയ്യും, ചെയ്തു തന്നെ കാണിക്കും. ഇങ്ങനെയുള്ള ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ ഏതൊരു ബീജമാണോ വിതയ്ക്കുന്നത്, ആ സങ്കല്പത്തെ, അതായത് ബീജത്തെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരുന്നതിൻ്റെ പാലന ചെയ്തുകൊണ്ടിരിക്കൂ. അപ്പോൾ ആ ബീജം ഫലസ്വരൂപമായി മാറും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ശാന്തി സാഗരമായ ബാബയുമായി കമ്പൈൻഡായി ഇരിക്കുമ്പോൾ ഞാൻ മാസ്റ്റർ ശാന്തി സാഗരമായി മാറുന്നു. ഈ അവസ്ഥയിൽ എൻ്റെ ചിത്തം പരിപൂർണ ശാന്തതയിലാണ്. എൻ്റെ വൃത്തി ആത്മീയവും ശക്തിശാലിയുമാണ്. ഞാൻ ശാന്തിയുടെ അവതാരമായി മാറുന്നു. ശാന്തിയുടെ സാഗരമായ ബാബയുമായി കമ്പൈൻഡ് ആയിരുന്ന ശാന്തിയുടെ വൈബ്രേഷൻസ് വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. शांति की छाया है, इसी में सुख की धूप है।
के भाग्य भवन की ये आधारशिला, जिसकी सुगंध से जीवन